ഷോവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ശ്വാസകോശ സംബന്ധമായ രോഗനിർണയത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഇൻ്റർവെൻഷണൽ പൾമനോളജി. കുട്ടികളിൽ കാണുന്ന നീർക്കെട്ട് മുതൽ മുതിർന്നവരിൽ കാണുന്ന ലങ് ക്യാൻസർ വരെ നിർണ്ണയിക്കാനും അതിൻ്റെ വലിയൊരു സാധ്യതകളുമുള്ള ഒരു വിഭാഗമാണ് ഇൻ്റർവെൻഷണൽ പൾമനോളജി. അതിനെക്കുറിച്ച് വിശദമായി നമുക്ക് നോക്കാം. ഇൻ്റർവെൻഷൻ പൾമനോളജിയെക്കുറിച്ച് സംസാരിക്കാൻ ടീം ഓഫ് ഡോക്ടേഴ്സ് നമ്മളെ കൂടെ ഉണ്ട്. ആസ്റ്റർ മിംസ് കോട്ടക്കലിലാണ് നമ്മളിപ്പോഴുള്ളത്. വെൽക്കം സർ. സാർ എന്നെ ഒന്ന് ടീമിനെ പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് തുടങ്ങാം. ഞാൻ ഡോക്ടർ ബിനിൽ സലാം, ഇവിടെ ആസ്റ്റർ മിംസ് കോട്ടക്കലിലെ ഇൻ്റർവെൻഷൻ പൾമനോളജി വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നു. ഇത് ഡോക്ടർ ഗസൻഫർ ഷെയ്ഖ്, ഡോക്ടറും ഇൻ്റർവെൻഷൻ പൾമനോളജിസ്റ്റാണ് ഇവിടെ. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു ചോദ്യം പൾമനോളജിയും ഇൻ്റർവെൻഷണൽ പൾമനോളജിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ്. അതിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും പൾമനോളജീൻ്റെ തന്നെ ഒരു സബ് സ്പെഷ്യാലിറ്റിയാണ് ഇൻ്റർവെൻഷൻ പൾമനോളജി. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാമറ അഥവാ ബ്രോങ്കോസ്കോപ്പി ഉപയോഗിച്ച് നമ്മൾ ലങ്സിൻ്റെ ഉള്ളിൽ വരുന്ന അസുഖങ്ങൾ അത് കണ്ടെത്താനും അത് ചികിത്സിക്കലും ആണ് ഇൻ്റർവെൻഷൻ പൾമനോളജിയിൽ പ്രധാനമായിട്ടും വരിക. ഇത് കഴിഞ്ഞ ഒരു 10-15 വർഷത്തിൻ്റെ ഉള്ളിൽ വല്ലാണ്ട് അപ്രീസിയേഷൻ കിട്ടിയൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇൻ്റർവെൻഷൻ പൾമനോളജി. നമ്മൾ പൾമനോളജിയിൽ തന്നെ ബ്രോങ്കോസ്കോപ്പി ഇതെല്ലാം ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ ഇൻ്റർവെൻഷൻ പൾമനോളജി എന്ന് പറയുമ്പോൾ അതിന് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് വേണം. നമ്മൾ ഇത്രയും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സാണ് നമ്മൾ ഇൻ്റർവെൻഷൻ പൾമനോളജിയിൽ ചെയ്യുക. അതാണ് ഒരു ബേസിക് ഡിഫറൻസ് ഇത് രണ്ടും തമ്മിലുള്ള. ശ്വാസകോശ സംബന്ധമായ ഒരുപാട് അസുഖങ്ങളുണ്ട്. അത്തരം അസുഖങ്ങളിൽ ഇതിൻ്റെ സാധ്യതകൾ, ഏതൊക്കെ അസുഖങ്ങളിലാണ് ഇതിൻ്റെ സാധ്യതകൾ? ഞാനിപ്പോൾ ഈ ചാർട്ട് ഉപയോഗിച്ച് ഞാൻ ആദ്യം ലങ്സിൻ്റെ ചെറിയൊരു ഘടനയെ കുറിച്ചൊന്ന് പറഞ്ഞുതരാം. ലങ്സിന് പ്രധാനമായിട്ടും ഒരു പ്രധാന എയർവേ ഉണ്ട്, മെയിൻ എയർ പോകുന്ന ട്യൂബുകൾ. ഇത് 2 ലങ്സിലേക്കും 2 ഭാഗത്തേക്കും ഡിവൈഡ് ചെയ്യും. പിന്നെ ഈ മരത്തിൻ്റെ ചില്ലകൾ പോലെയാണ്, അതിങ്ങനെ ഡിവൈഡ് ചെയ്ത് ലങ്സിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കും. ഇതിന് എയർ ലങ്സിലേക്ക് എത്തിക്കുക എന്നുള്ള ജോലിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ രക്തക്കുഴലുകളുണ്ട്, ബാക്കി ഓക്സിജൻ ഉള്ളിലേക്കും കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് കളയുക, അങ്ങനത്തെ എല്ലാ ഫങ്ഷനിങ്ങും മെയിൻ പോർഷൻ ഇതാണ്. ഇനി ഇതിൻ്റെ വെളിയിൽ ചെറിയൊരു കോട്ടിംഗ് ഉണ്ട്, അതിനെ പ്ലൂറ എന്ന് പറയും. അപ്പോൾ ലങ്സിൽ വരുന്ന അസുഖങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഏതൊരു അവയവത്തിൽ ഏതൊരു പോർഷനെയും ഇത് എഫക്റ്റ് ചെയ്യാം. എയർവേയിൽ അസുഖങ്ങൾ വരാം, ലങ്സിൻ്റെ ഉള്ളിൽ അസുഖങ്ങൾ വരാം, ഇതിൻ്റെ ഉള്ളിൽ രക്തക്കുഴലുകളിൽ അസുഖങ്ങൾ വരാം, ഇതിൻ്റെ പുറത്ത് ഈ പോർഷനുള്ള ഔട്ടർ കോട്ടിംഗ് പ്ലൂറ അതിൽ അസുഖങ്ങൾ വരാം. അപ്പോൾ നമ്മൾ ഇൻ്റർവെൻഷൻ പൾമനോളജിയിൽ ഈ പറയുന്ന എവിടെ അസുഖങ്ങൾ വന്നാലും അത് ഡയഗ്നോസ് ചെയ്യലും അത് ഒരു പരിധി വരെ ട്രീറ്റ് ചെയ്യാനും നമുക്ക് പറ്റും. അതും ഒരു സിമ്പിൾ ക്യാമറ ലങ്സിലേക്ക് കടത്തിയിട്ടാണ് നമ്മളിത് ചെയ്യുക. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് സർജറി വേണ്ട, സ്കാറില്ല, സ്യൂച്ചറില്ല, ഒരു മിനിമൽ 1-2 മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പ്രൊസീജിയറിലായിരിക്കും നമ്മൾ ചെയ്യുക. സെയിം ഡേ അല്ലെങ്കിൽ വെറും അടുത്ത ദിവസം തന്നെ നമുക്ക് പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യാനും പറ്റും. ഇപ്പം നമ്മൾ ശ്വാസകോശത്തെക്കുറിച്ച് കാര്യമായിട്ട് പറഞ്ഞു. ഇപ്പോൾ സാധാരണ രീതിയിൽ മുതിർന്നവരിലും അസുഖങ്ങളുണ്ട്, കുഞ്ഞുങ്ങളിലും ഉണ്ടാവും. അത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? തീർച്ചയായിട്ടും മുതിർന്നവരിലും കുട്ടികളിലും വരുന്ന അസുഖങ്ങൾ തന്നെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ട്രീറ്റ്മെൻറ്റും അതേപോലെ തന്നെ വ്യത്യസ്തമാണ്. അപ്പോൾ മുതിർന്നവരിൽ വരുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തരാം. കുട്ടികളിൽ വരുന്നത് ഡോക്ടർ ഗസൻഫർ ഷെയ്ഖ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇൻ്റർവെൻഷൻ പൾമനോളജി പ്രൊസീജിയേഴ്സ് നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് അസുഖങ്ങൾ കണ്ടെത്താൻ, നിർണ്ണയിക്കാൻ വേണ്ടി ഡയഗ്നോസ്റ്റിക്. ഒന്ന് അസുഖങ്ങൾ ട്രീറ്റ് ചെയ്യാനായിട്ട് തെറാപ്യൂട്ടിക് എന്നുള്ള പോലെ സിമ്പിളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ലങ്സിൻ്റെ ഉള്ളിൽ ന്യൂമോണിയ വരുന്നു, TB വരുന്നു, ലങ് ക്യാൻസർ വരുന്നു. അപ്പോൾ ഇതൊക്കെ ഡയഗ്നോസ് ചെയ്യാൻ നമ്മൾ സിമ്പിൾ ബ്രോങ്കോസ്കോപ്പി, അതായത് ചെറിയൊരു ക്യാമറ ലങ്സിൻ്റെ ഉള്ളിലേക്ക് കടത്തി ആ ഭാഗങ്ങളിൽ നിന്ന് പോയിട്ട് ചെറിയ ടിഷ്യൂ ബയോപ്സി എടുക്കുക, അല്ലെങ്കിൽ ലബാജ് എന്ന് പറയും, ആ ഭാഗത്തു നിന്ന് കുറച്ച് അത് ആസ്പിറേറ്റ് ചെയ്ത് ടെസ്റ്റിന് വിടുകയാണ് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതിലും കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ് നമുക്ക് കഴലകൾ, ലിംഫ് നോഡ്സ്, ഈ ഭാഗത്തൊക്കെ നമുക്ക് ഇൻഫെക്ഷൻ വരുമ്പോഴൊക്കെ കാണും. അപ്പോൾ ഇതേപോലെ ലിംഫ് നോഡ്സ് നമുക്ക് ലങ്സിൻ്റെ ഉള്ളിൽ വരാം. ഒരു 10 കൊല്ലം മുന്നേ വരെയൊക്കെ നമുക്ക് ഇവിടുത്തെ ലിംഫ് നോഡ്സ് ഒന്ന് സാമ്പിൾ ചെയ്യണമെങ്കിൽ അത് നമ്മൾ സർജറി ചെയ്യണമായിരുന്നു. ഇവിടെ ഒരു ഇൻസിഷൻ ഇട്ട് ഉള്ളിലേക്ക് സർജറി പോലെ ചെയ്യണം. ഇപ്പോൾ നമുക്ക് എൻഡോബ്രോങ്കിയൽ അൾട്രാസോണോഗ്രഫി, അതായത് നമ്മൾ വയറൊക്കെ സ്കാൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന അൾട്രാസൗണ്ട് പോലത്തെ അതേ സാധനം, അത് എൻഡോസ്കോപ്പിൻ്റെ ഉള്ളിൽ തന്നെ ഘടിപ്പിച്ചിട്ട് നമ്മൾ വായ വഴി ഉള്ളിൽ കടത്തി
ഈ ലിംഫ് നോഡ്സ് നമുക്ക് സാമ്പിൾ ചെയ്യാൻ പറ്റും. വെറും 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് ഡേ കെയർ പ്രൊസീജിയറായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അസുഖങ്ങൾ നിർണ്ണയിക്കാൻ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ ട്രീറ്റ്മെൻറ്റ് പാർട്ടിലേക്ക് വരികയാണെങ്കിൽ, അപ്പോൾ ഈ നിർണ്ണയിക്കുന്നതിന് മുമ്പ് സാധാരണ രീതിയിൽ ഇപ്പം രോഗികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതിൻ്റെ ഒരു സിംറ്റംസ് ആയിട്ട് അവർക്ക് വരുന്നത്? പൾമിനോളജീൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലങ് ക്യാൻസർ ആയിക്കോട്ടെ, TB ആയിക്കോട്ടെ, ന്യൂമോണിയ ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും ലക്ഷണങ്ങൾ പലപ്പോഴും ഒന്ന് തന്നെയായിരിക്കും. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ലങ് ഇൻഫെക്ഷൻ വരുമ്പോൾ നമുക്ക് കോമൺ ആയിട്ടുള്ളതാണ് ചുമ, അതിൻ്റെ ഒപ്പം ചുമച്ച് കഫം തുപ്പുക, ചില കേസുകളിൽ ബ്ലഡ് വരിക. അപ്പോൾ ഇതെല്ലാം ന്യൂമോണിയയിൽ വരാം, TBയിൽ വരാം, ലങ് ക്യാൻസറിൽ വരാം. ഇതിൻ്റെ എല്ലാം ലക്ഷണങ്ങൾ പലപ്പോഴും ഒന്ന് തന്നെയായിരിക്കും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചുമ വരുന്നതാണ്. ഈ ചുമ കണ്ടിന്യൂസ് ആണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഇപ്പോൾ ഓരോന്നിനും വരുമ്പോൾ? അത് വ്യത്യസ്തമാണ്. ഇപ്പോൾ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, 2 ആഴ്ചയ്ക്ക് മേലെ ചുമയുണ്ടെങ്കിൽ TB സസ്പെക്റ്റ് ചെയ്യണം എന്നുള്ള പോലെ. അപ്പോൾ സാധാ സിമ്പിൾ ഇൻഫെക്ഷൻസ് ഒരു 1 to 2 വീക്സിനുള്ളിൽ സബ്സൈഡ് ചെയ്യും. TB പോലത്തുള്ള അസുഖങ്ങൾ ആഴ്ചകളോളം നീണ്ടു നിൽക്കും. അതേപോലെ തന്നെയാണ് ലങ് ക്യാൻസറിൽ, അത് ആഴ്ചകളോളം അതിൻ്റെ ലക്ഷണങ്ങൾ നീണ്ടു നിൽക്കും. പലപ്പോഴും ലക്ഷണങ്ങളും കാണാറില്ല ലങ് ക്യാൻസറിനൊക്കെ. ഇപ്പോൾ സാറ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ ബ്രോങ്കോസ്കോപ്പി വഴിയുള്ള ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഏതൊക്കെ തരത്തിലാണത്? അതായത് നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞു തന്നില്ലേ, ഇതാണ് പ്രധാന ശ്വാസനാളി, പിന്നെ അത് ഡിവൈഡ് ചെയ്ത് 2 ഇതിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഈ എയർവേയിൽ കാണുന്ന ഒരു പ്രധാന അസുഖമാണ് എയർവേ ചുരുങ്ങി പോവുക, അഥവാ സ്റ്റിനോസിസ് എന്ന് പറയും. TB ആകാം, അതല്ലെങ്കിൽ മറ്റു പല അസുഖങ്ങളിലും എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ശ്വാസനാളി ഇങ്ങനെ കാലിബർ ഉള്ളത് അത് ചുരുങ്ങി പോവുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൽ എന്താ ഓഫർ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതേപോലെ ബ്രോങ്കോസ്കോപ്പി ചെയ്ത് ഈ ചുരുങ്ങിയ ശ്വാസനാളി ബലൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റ് ചില ഇത് ഉപയോഗിച്ചിട്ട് നമുക്കത് തിരിച്ച് പഴയതുപോലെ തന്നെ ആക്കാൻ പറ്റും. വേറെ ഒരു സർജറിയോ മുറിവോ ഒന്നും ഇല്ലാണ്ട് നമുക്കത് ഉള്ളിൽ നിന്ന് തന്നെ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ചില ആൾക്കാരിൽ ഇതിന് താൽക്കാലികമായിട്ട് സ്റ്റെൻസ് എന്ന് പറയും, എയർവേ സ്റ്റെൻറ്റ്. ആ സ്റ്റെൻറ്റുകൾ ഇട്ടിട്ട് നമുക്ക് ആ ചുരുങ്ങിപ്പോയത് നേരെയാക്കാൻ പറ്റും. മറ്റൊന്നാണ് ഇപ്പോൾ ക്യാൻസർ വരുന്നത്. എയർ പോകുന്ന ട്യൂബുകളിൽ ക്യാൻസർ വരുമ്പോഴും നമുക്ക് ഇതേപോലെ ഈ ട്യൂബുകൾ ഉപയോഗിച്ച് ആ മുഴ എടുത്ത് ഒഴിവാക്കാൻ പറ്റും. സ്റ്റെൻഡിങ് എന്ന് പറയുമ്പോൾ നോർമലി ഇപ്പം ഹാർട്ട് പേഷ്യൻസിൽ എല്ലാം ചെയ്യുന്ന നമുക്കറിയാം. അതുപോലെ തന്നെയാണോ? ഇതെങ്ങനെയാണ്? ഇത് 2 രീതിയിലുണ്ട്. മെറ്റൽ സ്റ്റെൻസ് ഉണ്ട്, സിലിക്കോൺ സ്റ്റെൻസ് ഉണ്ട്. പക്ഷേ ഇതിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാർഡിയോളജിയിൽ ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സ്റ്റെൻറ്റ് ഇടുന്നു എന്നുള്ളത്. അത് രക്തക്കുഴലിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ രക്തക്കുഴലുകൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യലോ ഒന്നുമില്ല. നേരെ മറിച്ച് എയർവേയിൽ സ്റ്റെൻറ്റ് വരുമ്പോൾ അതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. കാരണം നമ്മൾ നെക്ക് എക്സ്റ്റെൻഡബിൾ ആണ്. അപ്പോൾ അതനുസരിച്ചിട്ട് ഈ നമ്മുടെ എയർവേയും കുറച്ച് വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യും. പക്ഷേ ഈ സിലിക്കോൺ അല്ലെങ്കിൽ ഈ മെറ്റൽ പറയുന്ന സ്റ്റെൻറ്റുകൾ ഫിക്സഡ് സൈസിലാണ് വരിക. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഈ സ്റ്റെൻഡിങ്ങിൽ. കാർഡിയോളജിനേക്കാളും ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പർപ്പസ് സെയിം ആണ്, അതിൻ്റെ ലൂമൻ വലുതാക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. 2 ഓർഗനും 2 ആയതുകൊണ്ട് അല്ലേ? തീർച്ചയായിട്ടും. നേരത്തെ പറഞ്ഞ രീതിയിൽ ക്യാൻസർ എങ്ങനെ തിരിച്ചറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എല്ലാ മുഴകളും ക്യാൻസർ അല്ല, ക്യാൻസർ അല്ലാത്ത മുഴകളും ഉണ്ട് ഒരുപാട്. അപ്പോൾ ഈ ക്യാൻസർ അല്ലാത്ത മുഴകൾ നമുക്ക് എളുപ്പത്തിൽ ഈ ബ്രോങ്കോസ്കോപ്പി വഴി തന്നെ എടുത്ത് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. നേരെ മറിച്ച് ക്യാൻസർ പലപ്പോഴും അതിന് ഡെഫിനറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഇപ്പോൾ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ആകാം, അല്ലെങ്കിൽ കീമോ റേഡിയേഷൻ എന്നുള്ള ഉപയോഗിച്ച് അത് ചുരുങ്ങിപ്പോക്കലാണ്, അങ്ങനെ ആകാം. ക്യാൻസർ അല്ലാത്ത മുഴകൾ നമുക്ക് സർജറി കൂടാണ്ട് ഈ എൻഡോസ്കോപ്പി വഴി തന്നെ നമുക്ക് എടുത്ത് ഒഴിവാക്കാൻ പറ്റും. ഇതിൽ ഇപ്പോൾ ക്യാൻസറിനെ കുറിച്ച് നമ്മൾ പറയുമ്പം ലങ് ക്യാൻസറിൻ്റെ റേഷ്യോ ഭയങ്കര കൂടുതലാണ് അല്ലേ? ആ സ്റ്റേജിൽ എന്താണ് ഇൻ്റർവെൻഷണൽ പൾമണോളജിയുടെ റോള്? അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരാൾ എക്സ്റേ ചെയ്യുന്നു, അതിൽ ഒരു ചെറിയൊരു മുഴ പോലെ കാണുന്നു. അപ്പോൾ പിന്നീട് ഇനി എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ബയോപ്സി എടുത്ത് ഇത് ക്യാൻസർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് ഒരുപാട് സ്റ്റഡികൾ പറഞ്ഞത് നമ്മൾ കാണുന്ന മുഴകളിൽ വെറും 5% മാത്രമാണ് ക്യാൻസർ ഉള്ളൂ. അപ്പോൾ അത് പ്രൂവ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലങ് ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റ് ഇപ്പോൾ ബാക്കിയുള്ള അവയവങ്ങളിൽ വരുന്ന ക്യാൻസർ പോലെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാൻസറായി നമുക്ക് നിർണ്ണയിക്കാനുള്ള ഒരു ഇത് ലങ് ക്യാൻസറിനില്ല. അങ്ങനത്തെ ടെസ്റ്റുകൾ ഇപ്പോൾ അവൈലബിൾ അല്ല ഇന്ത്യയിൽ.
അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു പീസ് എടുത്ത് ഇത് ക്യാൻസർ ആണെന്ന് എന്നാൽ തന്നെ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തത് എന്ത്? ഇപ്പോൾ നമുക്ക് ബ്രോങ്കോസ്കോപ്പി വഴി തന്നെ അത് ഉള്ളിൽ ചെന്ന് നമുക്ക് ബയോപ്സി എടുക്കാൻ പറ്റും. ഇപ്പോൾ ആദ്യമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ സൈസ് കുറവാണെങ്കിൽ നമുക്കത് എത്തിപ്പെടാനും അതിൽ നിന്ന് ബയോപ്സി എടുക്കാനും വളരെ പാടാണ് ലങ്സിൻ്റെ ഉള്ളിൽ വരുമ്പോൾ. പക്ഷേ ഇപ്പോൾ നമുക്ക് കോൺബീം CT, അതേപോലെ ചെറിയ അൾട്രാ തിൻ ബ്രോങ്കോസ്കോപ്പ് ഇതെല്ലാം അവൈലബിൾ ആണ് ഇപ്പോൾ. അപ്പോൾ എത്ര ചെറിയ ട്യൂമർ ആണെങ്കിൽ പോലും നമുക്ക് കറക്റ്റായി ലങ്സിൻ്റെ ഉള്ളിൽ ചെന്ന് വളരെ മിനിമൽ കോംപ്ലിക്കേഷൻസിൽ നമുക്കത് ബയോപ്സി എടുക്കാൻ പറ്റും. അതാണ് ഡയഗ്നോസിസിൽ വരിക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലങ് ക്യാൻസറിൻ്റെ എപ്പോഴും സ്പ്രെഡ് ചെയ്യുമ്പോൾ ആദ്യം ഈ ലിംഫ് നോഡ്സിലേക്കാണ് സ്പ്രെഡ് ഉണ്ടാവുക. അപ്പോൾ അത് നമുക്ക് കണ്ടെത്താൻ എൻഡോബ്രോങ്കിയൽ അൾട്രാസോണോഗ്രഫി അല്ലെങ്കിൽ EBUS വെച്ചിട്ട് നമുക്ക് പലപ്പോഴും നമ്മൾ ഒരൊറ്റ പ്രൊസീജിയറിൽ തന്നെ ഇത് രണ്ടും നടക്കും. നമ്മൾ ഒരു കേസിന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലങ് ബയോപ്സിയും അതിനിപ്പോൾ വലിയ ലിംഫ് നോഡ്സ് ഉണ്ടെങ്കിൽ അത് EBUS വഴി ചെയ്ത് നമുക്ക് സ്റ്റേജിങ് അടക്കം ഒരു സിമ്പിൾ പ്രൊസീജിയറിൽ കഴിയും. ക്യാൻസർ ഇത്രയും കൂടി അഡ്വാൻസ്ഡ് ആയി വെക്കുക, അതായത് നമ്മുടെ എയർ പോകുന്ന ട്യൂബുകളിൽ ഈ ട്യൂമർ വന്ന് അടഞ്ഞ് ആ ലങ്സ് ചുരുങ്ങി പോവുക, അല്ലെങ്കിൽ ചില സമയം ഈ ട്യൂമറിൽ നിന്ന് വല്ലാണ്ട് ബ്ലീഡിങ് വരുമ്പോൾ പേഷ്യൻസ് അത് ചുമച്ച് രക്തം തുപ്പാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനത്തെ കേസിലും നമുക്ക് ബ്രോങ്കോസ്കോപ്പി കൂടെ തന്നെ ട്രീറ്റ്മെൻറ്റിന് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ട്യൂബിൻ്റെ ഉള്ളിൽ ഒരു ട്യൂമർ വരികയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് ഒഴിവാക്കാൻ പറ്റും. ഇനിയിപ്പോൾ അത് വളരെ അഡ്വാൻസ് സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് ഈ ചുരുങ്ങിപ്പോയ എയർവേയിൽ സ്റ്റെൻറ്റ് ഇട്ടിട്ട് ആ എയർവേ ഓപ്പൺ ആക്കി വെക്കുമ്പോൾ പേഷ്യൻസിൻ്റെ ശ്വാസം മുട്ട് മാറിക്കിട്ടും. ഇനി അഥവാ വല്ലാണ്ട് ചുമച്ച് ബ്ലീഡിങ് അധികമാണെങ്കിൽ നമുക്ക് ആ ട്യൂമർ കരിയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബ്ലീഡിങ്ങും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ എത്ര ടൈം എടുക്കണതാ ഈ പ്രൊസീജിയറൊക്കെ ഇപ്പം ഈ പറഞ്ഞിരിക്കണൊക്കെ? ഡിപ്പെൻസ്. ഇപ്പോൾ നമ്മളൊരു ബയോപ്സി ചെയ്യാനാണെങ്കിൽ ഒരു 20 minutes, അതും അണ്ടർ മിനിമൽ സെഡേഷനിൽ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ അനസ്തീഷ്യ ഫുൾ കൊടുത്തിട്ട് ജനറൽ അനസ്തീഷ്യയിലും ചെയ്യാൻ പറ്റും. മറ്റ് ഇപ്പോൾ എയർവേ സ്റ്റെൻറ്റിങ് അല്ലെങ്കിൽ നമ്മൾ ട്യൂമർ എടുത്ത് ഒഴിവാക്കുക അങ്ങനത്തത് ഒരു 1 hour to 2 hours ഡിപ്പെൻഡിങ് ഓൺ കേസ്. സർജറി ഇല്ലല്ലോ, എൻഡോസ്കോപ്പിക്കലി ചെയ്യുന്നതുകൊണ്ട് പേഷ്യൻറ്റ് കംഫർട്ട് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ക്യൂറബിൾ ആണോ? ക്യാൻസർ അല്ലാത്ത മുഴകളിൽ ഇത് കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണ്. നമുക്ക് ആ മുഴ കംപ്ലീറ്റ്ലി എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേണ്ട. ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എപ്പോഴും ഡെഫിനറ്റീവ് ട്രീറ്റ്മെൻറ്റ് പ്രധാനമായിട്ടും സർജറി അല്ലെങ്കിൽ കീമോ റേഡിയേഷൻ തന്നെയാണ്. നമ്മൾ ബ്രോങ്കോസ്കോപ്പിക്കലി ചെയ്യുന്നത് ഒരു പാലിയേറ്റീവ് പ്രൊസീജിയറാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നമ്മൾ ട്യൂമർ കണ്ടെത്തുമ്പോൾ തന്നെ ഭൂരിഭാഗം ആൾക്കാരിലും സ്റ്റേജ് 3 അല്ലെങ്കിൽ സ്റ്റേജ് 4, അതായത് അഡ്വാൻസ്ഡ് ക്യാൻസറിലാണ് നമ്മൾ കണ്ടെത്തുക തന്നെ. ഇപ്പോൾ പലപ്പോഴും ഈ എയർവേയിൽ ട്യൂമർ നിൽക്കുന്നതുകൊണ്ട് ശ്വാസം മുട്ടും ഇതും കാരണം കീമോ റേഡിയേഷൻ ഒന്നും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇനീഷ്യലി തന്നെ ബ്രോങ്കോസ്കോപ്പി വഴി ഇതെല്ലാം എടുത്ത് ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യൻസിൻ്റെ സിംറ്റം നല്ല കുറഞ്ഞു, പിന്നെ പേഷ്യൻറ്റിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റിന് പോകാൻ പറ്റും. അങ്ങനെ അത് ക്യൂറബിൾ ആണ്. അല്ലാത്ത അഡ്വാൻസ് സ്റ്റേജസിൽ ഇത് ഭൂരിഭാഗം പാലിയേറ്റീവ്, ആളുടെ ശ്വാസം മുട്ട് കുറയ്ക്കുക, ബ്ലീഡിങ് കുറയ്ക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ക്യാൻസറിൽ ഈ ഇൻ്റർവെൻഷൻ പൾമനോളജിയിൽ ചെയ്യുന്നുണ്ടാവുക. പിന്നെ അതേപോലെ മറ്റൊന്നാണ് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, പ്ലൂറൽ ഫ്ലൂയിഡ്, അതായത് ലങ്സിൻ്റെ വെളിയിൽ നീര് ഫോം ആവുക. അപ്പോൾ അതും ഒരു അഡ്വാൻസ്ഡ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ അതിൽ ചില പേഷ്യൻസിന് ആഴ്ച തോറും ലിറ്റർ കണക്കിന് ഫ്ലൂയിഡ് ആയിരിക്കും ഇവിടെ വരിക ലങ്സിൻ്റെ ഉള്ളിൽ. അപ്പോൾ ബ്രീതിങ് ഡിഫിക്കൽട്ടി സിവിയർ ആയിരിക്കും. അപ്പോൾ ആഴ്ചയിൽ നമ്മൾ ട്യൂബ് ഇടുക അല്ലെങ്കിൽ ഒരു നീഡിൽ വെച്ചിട്ട് ഇതെടുത്ത് ഒഴിവാക്കേണ്ടിയൊക്കെ വരാം. അപ്പോൾ അതിൽ നമ്മൾ ഇൻഡ്വെല്ലിംഗ് പ്ലൂറൽ കാത്തീറ്റർ എന്ന് പറയും. ചെറിയൊരു ട്യൂബാണ്, അത് നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ പുറത്തേക്ക് എക്സ്റ്റൻഷൻ ഒന്നുമില്ല, ഇത്ര തന്നെ ഉണ്ടാവുള്ളൂ. പേഷ്യൻസിന് ബുദ്ധിമുട്ടുള്ളപ്പോൾ ജസ്റ്റ് ഒരു ട്യൂബ് കണക്ട് ചെയ്താൽ ആ ഫ്ലൂയിഡ് കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്യുക, അടച്ചു വെച്ചാൽ ഇങ്ങനെ തന്നെ. അത് എത്ര മാസങ്ങൾ വേണമെങ്കിൽ നമുക്ക് ആ ട്യൂബ് വെക്കാം. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് പേഷ്യൻറ്റിന് അത് നമ്മൾ പെർമനൻ്റ് ആയിട്ട് അവിടെ വെക്കും. ഒന്നുകിൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത് അസുഖം ഭേദമാവുന്നത് വരെയോ അല്ലെങ്കിൽ ആളുടെ ഈ ഫ്ലൂയിഡ് ഫോം ആവുന്നതിൻ്റെ റേറ്റ് കുറയുന്നത് വരെയോ നമുക്ക് ഇവിടെ തന്നെ വെക്കാം. ചില പേഷ്യൻസിൽ ഇവിടെ ഇങ്ങനെ ട്യൂബ് ഇട്ടിട്ട് കാണാറുണ്ട് അല്ലേ, അതെന്താണെന്നൊന്ന് പറയാമോ? അതിന് നമ്മൾ ട്രക്കിയോസ്റ്റമി എന്നാണ് പറയാം. അതായത് നമ്മളിവിടെ ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് നമ്മളൊരു ട്യൂബ് പ്ലേസ് ചെയ്യുക. അപ്പോൾ പേഷ്യൻസ് മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതിന് പകരം ഈ ട്യൂബ് വഴി ശ്വാസം എടുക്കാൻ പറ്റും. അതിന് ഒരുപാട് ഇൻഡിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു സ്ട്രോക്ക് വന്ന പേഷ്യൻറ്റിന്, അതല്ലെങ്കിൽ ഇവിടെ ക്യാൻസർ വരുന്ന പേഷ്യൻസിൽ ഇതിനൊക്കെ നമ്മൾ ട്രക്കിയോസ്റ്റമി ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഇതിൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പലരിലും ഇത് ടെമ്പററി പ്രൊസീജിയറാണ്. പക്ഷേ ഈ ട്രക്കിയോസ്റ്റമി ഉള്ളിൽ ഇരുന്ന് കഴിയുമ്പോൾ
പിന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് പലപ്പോഴും കാണാറുണ്ട്. അതായത് ട്രക്കിയോസ്റ്റമീൻ്റെ മേലെയുള്ള പോർഷൻസിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എയർവേ വല്ലാണ്ട് ചുരുങ്ങിപ്പോകും. അപ്പോൾ അതല്ല, ഈ അതുകൊണ്ട് നമ്മൾ ഉള്ളിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എത്ര കാലം, അതെങ്ങനെയാണ് അതിൻ്റെ? അത് ഡിപ്പെൻസ് ഓൺ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ട്രക്കിയോസ്റ്റമി ഇടുന്നതെന്നനുസരിച്ചിരിക്കും. ഇപ്പോൾ ചിലവർക്ക് അത് ലൈഫ് ലോങ് വേണ്ടി വരും, ചിലവർക്ക് ടെമ്പററി, ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് വേണ്ടി മാത്രം നമ്മൾ ഉദ്ദേശിച്ച് പ്ലേസ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഇത് ഇരിക്കുന്തോറും അതിൻ്റെ ഉള്ളിലുള്ള കോംപ്ലിക്കേഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ട്രക്കിയോസ്റ്റമി ഇട്ട് അത് റിമൂവ് ചെയ്യാനുള്ള സമയത്ത് നമുക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രക്കിയോസ്റ്റമി കുറച്ച് നാൾ ഉള്ളിലിരുന്നുകൊണ്ട് അതിന് മുകളിലുള്ള എയർവേ അടഞ്ഞു പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് പേഷ്യൻസിന് അതും വെച്ച് മുന്നിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെലക്റ്റീവ് ആയിട്ടുള്ള പേഷ്യൻസിന് നമ്മൾ ബ്രോങ്കോസ്കോപ്പിക്കലി അതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഒരു സ്റ്റിനോസിസ് അഥവാ അത് ചുരുങ്ങി പോകുന്നത് നമ്മൾ ട്രീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ നിമിഷം ട്രക്കിയോസ്റ്റമി മാറ്റാൻ പറ്റും, പേഷ്യൻസിന് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഇത് പലപ്പോഴും മിസ് ചെയ്ത് പോയിട്ട് ഒരുപാട് പേഷ്യൻസ് മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ഈ ട്രക്കിയോസ്റ്റമി വെച്ച് വരുന്നത് നമുക്ക് പലപ്പോഴും ഇവിടെ നമ്മൾ അത് ഡീൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും അതിന് ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റും. ഇത് മുതിർന്നവരിലെ ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ കുട്ടികളുടെ കാര്യം കൂടെ നമുക്ക് വിശദീകരിക്കണമല്ലോ. കുട്ടികളുടെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഡോക്ടർ ഗസൻഫർ ഷെയ്ഖ് അതിനെക്കുറിച്ച് ഇത്രയും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സർ. സർ, നമ്മൾ മുതിർന്നവരിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. അപ്പോൾ കുട്ടികളിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഇത് വ്യത്യാസപ്പെടുന്നത്? നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ വരുമ്പോൾ മുതിർന്നവരെക്കാളും അവിടെ ശ്വാസനാളങ്ങളിൽ നിന്ന് വരുന്ന വ്യത്യാസങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും നമ്മൾ ഇത് ഒരു മുതിർന്ന ആളുടെ ശ്വാസനാളങ്ങളും ശ്വാസകോശങ്ങളുമാണ്. കുട്ടികളിൽ ഇതിൻ്റെ വ്യാപ്തി വളരെ ചെറുതായിരിക്കും. പ്രത്യേകിച്ച് 1 വയസ്സിന് താഴെയുള്ള പിള്ളേർ, ഒരു 10 വയസ്സ് വരെയുള്ള 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് നമ്മളൊരു അഡൽട്ടിൻ്റെ റേഞ്ചിൽ എത്തുന്നുണ്ടാവുന്നുള്ളൂ. അപ്പോഴാണ് നമുക്ക് ഈ ഒരു സൈസിൽ വരുള്ളൂ. അതുവരെയുള്ള കുട്ടികൾക്ക് വളരെ ചെറുതായിരിക്കും. അപ്പോൾ ഇതിന് ഉള്ള പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ മോസ്റ്റ് കോമൺലി നമ്മൾ കാണുന്ന വേറൊരു കാര്യമാണ് കുട്ടികളിൽ നിന്ന് തരിപ്പിൽ പോയിട്ട് പല സാധനങ്ങളും പോകുന്നത്. സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നതാണ്, കേൾക്കുന്നതാണ്. ചെറിയ കുട്ടികൾ അത് മുത്തുകൾ തരിപ്പിപ്പോയി, ഭക്ഷണം തരിപ്പിപ്പോയി, വിസിലുകൾ, ടോയ്സിലുള്ള ഇത്, ലൈറ്റുകൾ, ചെറിയ ടോയ്സിലുള്ള ലൈറ്റ്സ്, അങ്ങനെ പല സാധനങ്ങളും നമുക്ക്, അതാണ് നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു, കുട്ടികൾ അറിയാതെ തന്നെ ഇത് വിഴുങ്ങും, മൂക്കിലൂടെ പോവാം. സാധാരണ എന്ന് വെച്ചാൽ പിള്ളേരെല്ലാം കിട്ടുന്നത് വായിലെടുത്തിടും, അതറിയാതെ തരിപ്പിൽ വരും. തരിപ്പിൽ പോകുന്നതെല്ലാം ശ്വാസനാളത്തിലോട്ടാണ് പോകുന്നത്. വയറ്റിലോട്ട് പോകുകയാണെങ്കിൽ അത് അങ്ങനെ അങ്ങ് പോകും. മെയിൻ ശ്വാസനാളത്തിൽ എവിടെയെങ്കിലും സാധനങ്ങൾ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് പൂർണ്ണമായി ശ്വാസം നിലച്ചു പോകാൻ സാധ്യതയുള്ളൊരു ഇതാണ്. അതൊരു എമർജൻസി സിറ്റുവേഷനാണ്. അപ്പോൾ ഇന്ന് ചെറിയ സാധനങ്ങളാണെങ്കിൽ ഏതെങ്കിലും ഒരു ശ്വാസനാളത്തിലോട്ട് കയറി നിൽക്കാം. അപ്പോൾ എന്താ വെച്ചാൽ ആ ഒരു ഭാഗങ്ങളിൽ ശ്വാസം തടസ്സം വരുമല്ലോ. ഇതാണ് നമ്മുടെ ശ്വാസനാളത്തിൻ്റെ വലത്ത് ഭാഗവും ഇടത്ത് ഭാഗമായിട്ട് വേർതിരിയുന്ന സ്ഥലം. വലത്തെ ശ്വാസനാളത്തിലോട്ട് പോവുകയും ഇവിടെ ഇടത്തെ ശ്വാസനാളത്തിലും, ഇതിൻ്റെ അടുത്ത് മിഡിലുള്ള ഈ സ്ഥലത്തിന് നമ്മൾ പറയുന്ന പേരാണ് കരീന എന്ന് പറയുന്നൊരു പേര്. 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നൊരു സ്ഥലം. അതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ 2 ശ്വാസനാളങ്ങളും ബ്ലോക്കായി പോകും. ശ്വാസനാളങ്ങൾ ബ്ലോക്കായി കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം കിട്ടാത്തൊരവസ്ഥ, അത് ഭയങ്കര എമർജൻസി സിറ്റുവേഷനാണ്. ഇടത്തിലേക്ക് വരെ അതാണ് പല കുട്ടികളും തരിപ്പിൽ വന്ന് തരിപ്പിൽ പോയിട്ട് മരണപ്പെട്ടു എന്ന് നമ്മൾ കേൾക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. ഇത്തരം എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ സാധാരണ രീതിയിൽ വീടുകളിലുള്ള ആളുകൾക്ക് അറിയില്ല അല്ലെ, സ്ത്രീകളായിരിക്കും കുട്ടികളായിട്ട് അധികം ഇടപെടുക. പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചാൽ എന്താ ചെയ്യുക? യൂഷ്വലി ചില കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവാം. ചില പേരൻസ് വരുമ്പോൾ പറയും കുട്ടി അതെടുത്ത് കഴിക്കുന്നത് കണ്ടു, അല്ലെങ്കിൽ ഇത് കൊടുത്തതിൻ്റെ ശേഷമാണ് കുട്ടി അത് വെച്ച് കളിക്കുന്നത് കണ്ടിരുന്നു. ഇപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളിലാണ് ഇപ്പോൾ ഈ തെരപ്പി പോലെ ചെറിയ കുട്ടികളിൽ കാണും, 1 വയസ്സിന് താഴെ അല്ലെങ്കിൽ 1-2 വയസ്സിൻ്റെ ഉള്ളിലുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ കുട്ടികളെ നമ്മളെ കയ്യിൽ കമഴ്ത്തി കിടത്തണം. എന്നിട്ട് പുറത്ത് നന്നായി കൊട്ടി കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് പുറത്തോട്ട് വന്നേക്കാം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ചുമച്ച് വരുന്നേക്കാം. ഇപ്പോൾ വലിയവരാണെങ്കിൽ, ഇപ്പോൾ സാധാരണ ഉള്ളവർ ചില കുട്ടികൾ, വലിയ കുട്ടികളൊക്കെ ഒരു 8 വയസ്സ് 10 വയസ്സൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർ തന്നെ ചുമച്ച് പുറത്തോട്ട് വന്നേക്കാം. ഇങ്ങനൊന്നും വരുന്നില്ലെങ്കിൽ പിന്നെ നമുക്കൊരു ചെറിയ ടെക്നിക്ക് ഉണ്ട്. അതെന്താ വെച്ചാൽ ഹെമിക് മാന്യൂർ എന്നാണ് പറയുക അതിന്. പിന്നെന്താ വേണ്ടത് വെച്ചാൽ നമ്മൾ ബാക്കിലോട്ട് നിൽക്കുക, കുട്ടിയെ മുന്നിൽ നിർത്തിയിട്ട് നമ്മൾ ടൈറ്റായിട്ട് പിടിച്ചിട്ട് കുട്ടിയെ മുന്നിൽ നിർത്തുക. എന്നിട്ട് ഫോഴ്സിൽ പൊന്തിച്ച് കൊടുക്കുക. അങ്ങനെ ത്രസ്റ്റ് ചെയ്യാമെന്നാണ് പറയുക നമ്മളതിന്. ത്രസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുട്ടി ചുമച്ച് പുറത്തോട്ട്. ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, പക്ഷേ ഇത് എപ്പോഴും സക്സസ്ഫുൾ ആവണമെന്നില്ല. ഇങ്ങനെ സക്സസ്ഫുൾ ആവാത്തതും അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഇൻ്റർവെൻഷണൽ പൾമനോളജി, പീഡിയാട്രിക് ഇൻ്റർവെൻഷണൽ പൾമനോളജി ഉള്ള ഹോസ്പിറ്റലിലോട്ടാണ്
പെട്ടെന്ന് കൊണ്ടുവരേണ്ടത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന കുട്ടി 11 മാസമായ ഒരു കുട്ടിയായിരുന്നു. കുട്ടിയുടെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ കുട്ടിയുടെ വീട്ടിൽ കുട്ടി വീണതാണ്. ആക്ച്വലി അതാണ് വീണത് തലയിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ നെഞ്ചിനെന്തോ പറ്റിയിട്ടുണ്ടോ എന്ന് വേണ്ടിയിട്ട് എക്സ്റേ എടുത്തപ്പോഴാണ് ആളുകൾ ശ്വാസനാളത്തിൻ്റെ അകത്ത് വലിയൊരു അവിടെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ എക്സ്റേയിൽ എന്തോ ഉണ്ട് എന്ന് പറയുകയും അവർ ഇങ്ങോട്ട് റെഫർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ പേരൻസിന് അറിയില്ല അതെന്താണെന്നുള്ളത്, പേരൻസ് കണ്ടിട്ടില്ല. അതൊരു നമ്മൾ സ്ലേറ്റിലിരുന്ന പെൻസിലില്ലേ, അതായിരുന്നു ചെറിയ പെൻസിലിൻ്റെ ഒരു പീസായിരുന്നു അത്. ഏകദേശം ഈ ഒരു 3 സെൻറ്റിമീറ്ററോളം വലുപ്പമുള്ള ഒരു പീസായിരുന്നു. അതിൽ ആ കുട്ടിയുടെ ഭാഗ്യം എന്ന് പറയട്ടെ ബ്ലോക്ക് ആവാതെ ശ്വാസനാളത്തിലോ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ശ്വാസനാളത്തിൽ ഇവിടെയോ മുകളിൽ എവിടെയെങ്കിലും അത് തടഞ്ഞു നിന്നിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായേനെ ആ കുട്ടി. അത് താഴോട്ട് ഇറങ്ങി വലത്തെ ശ്വാസനാളത്തിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നിന്നിരുന്നത്. അതുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തോട്ടുള്ള കാറ്റോട്ടമുള്ളത് കൊണ്ടും വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തതുകൊണ്ടും കുട്ടിയെ എത്തിക്കാൻ പറ്റിയതും നമ്മളത് പെട്ടെന്ന് തന്നെ നമ്മൾ കുട്ടിയെ ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾ അനസ്തീഷ്യ കൊടുത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. ജനറൽ അനസ്തീഷ്യയിൽ നമ്മൾ കുട്ടിയെ മയക്കിയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ബ്രോങ്കോസ്കോപ്പി ചെയ്തു. ബ്രോങ്കോസ്കോപ്പിയാണ് പീഡിയാട്രിക് ബ്രോങ്കോസ്കോപ്പിയാണ്, രണ്ടും ഡിഫറെൻ്റ്. അതാണ് മുതിർന്നവരിൽ നേരത്തെ നമ്മൾ പറഞ്ഞത്. പീഡിയാട്രിക് ബ്രോങ്കോസ്കോപ്പി നമ്മളെന്താ വെച്ചാൽ അതിൻ്റെ സൈസ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ യൂഷ്വലി അത് ചെറിയ സൈസിലുള്ള ട്യൂബാണ്. അത് നമ്മൾ ട്യൂബ് ഇറക്കി ആ ഒരു സാധനം നമുക്ക് പുറത്തോട്ട് എടുക്കാൻ പറ്റി. അതുകൊണ്ട് ആ കുട്ടിയെ രക്ഷപ്പെടുത്താനും നമുക്ക് പറ്റി. പക്ഷെ അത് എല്ലാവർക്കും പറ്റുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ഇപ്പോൾ നമ്മളിപ്പം കുട്ടികളിൽ കാണുന്ന ഒരു ഫോറിൻ ബോഡി വന്നാൽ എന്താണ് ചെയ്യാറ്? പൊതുവേ കുട്ടികളിൽ കാണുന്നതാണ് ന്യൂമോണിയ അല്ലേ? അപ്പോൾ എപ്പോഴും ന്യൂമോണിയ ആയി എന്ന് വരും. ഇനീഷ്യലി നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് നോക്കും, ഇഞ്ചെക്ഷൻസ് ആയിട്ടും ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് നോക്കും. അതിൽ ഇൻഫെക്ഷൻ ആൻറ്റിബയോട്ടിക്സ് കൊടുത്തിട്ടും മാറാത്ത ന്യൂമോണികൾ, ചിലപ്പം 2 ആഴ്ചയിൽ കൂടുതലായിട്ട് ന്യൂമോണിയ ആൻറ്റിബയോട്ടിക്സ് കൊടുത്തിട്ടും മാറുന്നില്ല. എക്സ്റേ എടുക്കുമ്പോൾ പിന്നെ ന്യൂമോണിയൻ്റെ കുട്ടിക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, പനി വിടുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ വേറൊന്ന് ചെയ്യാവുന്ന ഒരു കാര്യമാണ് പിന്നെയും ബ്രോങ്കോസ്കോപ്പി ചെയ്യാന്നുള്ളത്. ബ്രോങ്കോസ്കോപ്പി ചെയ്തിട്ട് കഫം എടുത്ത് അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള ഇൻഫെക്ഷൻ എന്താണെന്ന് നോക്കിയത്. ഈ കുട്ടികളുടെ ന്യൂമോണിയ റിക്കറൻ്റായിട്ട് വരാനുള്ള വേറൊരു കാരണം നേരത്തെ പറഞ്ഞ പോലെ ഫോറിൻ ബോഡി ആയിരിക്കാം. ഈ മാറാത്ത ന്യൂമോണിയയുടെ ഒരു മെയിൻ കാരണം ഫോറിൻ ബോഡി. കുട്ടി മുന്നേ എന്തെങ്കിലും ഇട്ടുണ്ടാവും, ആരും കാണാത്ത, അതും ചെറിയ ശ്വാസനാളത്തിൽ പോയി അടഞ്ഞു കാണും, അതിന് ചുറ്റും ഇൻഫെക്ഷൻ വരും. അങ്ങനെയാണ് വേറൊരു കാര്യം. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ട് അത് ചിലവരത് ചെറുപ്പത്തിൽ പോയ സാധനം ആള് മുതിർന്ന് കുറേ കാലമായിട്ട് മാറാത്ത ന്യൂമോണിയക്ക് ട്രീറ്റ് ചെയ്യുമ്പോൾ പിന്നീടായിരിക്കും ബ്രോങ്കോസ്കോപ്പി ചെയ്യുന്നത്. അപ്പോഴായിരിക്കും മുന്നേ പോയ വല്ല കമ്മലോ ചിലപ്പം പല്ല് പോയതുവരുണ്ടായിട്ടുണ്ട്. മുമ്പ് വീണ് പോയ പല്ല് കുട്ടികൾ അടഞ്ഞു പോയിട്ട് ആ ഭാഗം കേടുന്നു. അവർക്ക് റിക്കറൻ്റ് ആയിട്ട് ന്യൂമോണിയ വരുന്നുണ്ടാവും. അവർ ആൻറ്റിബയോട്ടിക്സ് എടുക്കും, കുറച്ച് കുറയും, പിന്നെയും വരും. അങ്ങനെ നോക്കുമ്പോൾ CT എടുക്കുമ്പോൾ ചിലപ്പോൾ ആ ഭാഗം നശിച്ചു പോയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ വരാറുണ്ട്. പിള്ളേരിലും അതുപോലെയാണ്. ചിലപ്പം ഇതുപോലത്തെ എന്തെങ്കിലും ഉണ്ടാവും. ഇനി അത് ഇൻഫെക്ഷൻ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗത്ത് നിന്ന് ഈ കഫ എടുത്ത് അത് ടെസ്റ്റുകൾക്ക് വിട്ട് അതിൽ എന്തെങ്കിലും കൾച്ചേഴ്സിലോ എന്തെങ്കിലും റിപ്പോർട്ട്സിലോ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ആൻറ്റിബയോട്ടിക്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. അതുപോലെ കുട്ടികളിൽ ലങ് ക്യാൻസറിൻ്റെ സാധ്യതകൾ എത്ര അങ്ങനെ ഉണ്ടോ? അത് വളരെ റെയറാണ്. നമ്മൾ ഇതുവരെ അങ്ങനെ കാണാറില്ല, മുതിർന്നവരിൽ കാണുന്ന പോലെ കാണാറില്ല. ലങ് ക്യാൻസർ യൂഷ്വലി നമ്മൾ കാണുക എന്തായാലും ഒരു 25-30 വയസ്സിന് മുകളിലുള്ളവർക്കേ ഉള്ളൂ. യൂഷ്വലി നമ്മൾ കൂടുതൽ കാണുക 50 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ക്യാൻസർ കാണുക. കാരണം യൂഷ്വലി ക്യാൻസർ വരാൻ എന്തെങ്കിലും ഒരു കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, പുകവലി അങ്ങനത്തെ ഒക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ അത് ഡെവലപ്പ് ചെയ്ത് വരുന്നത് യൂഷ്വലി ഒരു 70s 80s അല്ലെങ്കിൽ 60s മുതൽ അല്ലെങ്കിൽ 50 മുതലുള്ള മുകൾക്കുള്ളതേ ഉണ്ടാവാറുള്ളൂ. എനിവേ താങ്ക് യു ഡോക്ടർ. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും വളരെ ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.